ഏറ്റവും കൂടുതൽ ഒരു ഷൂട്ടിംഗ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്താ? ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനെപ്പോഴും ഞാനായി ഇരിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന ക്യാരക്ടറായിട്ട് ഒത്തിരി മാറാൻ ഞാൻ ശ്രമിക്കുക. അത് കുമ്പളങ്ങിയിലൂടെയാണ് പഠിച്ചത്. ശരിക്കും നമ്മളായിട്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്ന സമയത്ത് വേറൊരാളിലേക്ക് ഒരു ചാട്ടം ചിലപ്പം കുറച്ച് സമയമെടുക്കും. അപ്പം അതായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അതിലേക്ക് പോകാമല്ലോ. അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, എന്താണ് എഴുതുക? ഞാൻ സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്. സ്ക്രിപ്റ്റ് ഇൻ ദ സെൻസ് മൂവിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ ഒരു ആക്ടറായി എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക കുറേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ബോൾഡ് ആക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ സ്ക്രിപ്റ്റുകൾ എഴുതാറ്. അതായത് ഇപ്പം അത് വായിക്കാൻ തരുമോ ആർക്കെങ്കിലും? ഇല്ലില്ല. അതായത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്യാമറ, അവിടുത്തെ ലൈറ്റ്സ്, ആർട്ടിസ്റ്റുകൾ എല്ലാത്തിനെയും പറ്റി എനിക്ക് ഭയങ്കര ഓരോ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കാറുണ്ട്. അപ്പം ഒരു റൈറ്ററായിരിക്കുന്ന സമയത്ത് ഒരു റൈറ്റർ എന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താ പറയുക ഒരു ആണിക്കല്ലാണ്. അപ്പോൾ പുള്ളി ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു റൈറ്ററായിട്ടിരുന്ന് എഴുതുമ്പം ഇതിനെല്ലാത്തിനെയും പറ്റി എനിക്ക് അറിയാൻ പറ്റും. എല്ലാത്തിനെയും പറ്റി അറിഞ്ഞിട്ട് ഞാനൊരു ആക്ടറായി പോയി നിന്ന് പെർഫോം ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടാവും, എളുപ്പമായിരിക്കും ഒത്തിരി കാര്യങ്ങൾ. അപ്പം അത് കാരണം എഴുത്ത്. അപ്പോൾ ഒരു ഡയറി അല്ല, എന്നാലും നമ്മളുടെ അനുഭവങ്ങളെല്ലാം കൂടി കൂട്ടി വെച്ച് അവസാനം ഒരു പുസ്തകമൊക്കെ ആവോ? ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എല്ലാം എഴുതി കുറെ കഴിയുമ്പോൾ ഓരോ സ്ക്രിപ്റ്റും എടുത്ത് വായിച്ചു നോക്കും. എന്നിട്ട് അത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് കളയും. എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ചെയ്യുന്ന പോലെ വീണ്ടും ഉണ്ടായ സംഭവങ്ങൾ എഴുതിയത് ഇഷ്ടപ്പെട്ടില്ല. ഉണ്ടായ സംഭവങ്ങളല്ല, ഏതെങ്കിലും ഒരു ത്രെഡ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ ബിൽഡ് ചെയ്ത് അത് കൊള്ളാലോ. അത് ഒരു മാസം ചിലപ്പോൾ 2 മാസമൊക്കെ എടുക്കും ഒരു കഥ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഉണ്ടായ ഒരു കഥ 1 ലൈൻ പറഞ്ഞുതരാൻ പറ്റും? ദൈവമേ, വേണോ? സിനിമയാക്കാൻ പറ്റിയാലോ? ഈ അടുത്ത് ഏറ്റവും അധികം ഒരു മെസ്സേജ് കണ്ടിട്ട് ഇതെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എത്ര സ്ക്രീൻഷോട്ട്സ് ഉണ്ട് ഫോണിൽ? ഫോണുണ്ടോ? ഇല്ല, ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ. പുള്ളിക്കാരൻ കുമ്പളങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചതാണ്. പുള്ളിക്കാരൻ ഒരു കുട്ടിയാണ്, പേരെനിക്ക് ഓർമ്മയില്ല. അപ്പം ചേച്ചി എനിക്ക് സിനിമയെ കണ്ടപ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് സ്പെഷ്യൽ ആവാൻ കാരണം റിയൽ ലൈഫിലുള്ള ആരെങ്കിലുമായിട്ട് നമ്മൾ ചെയ്തൊരു കഥാപാത്രത്തെ കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. സോ നൈസ്. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ. ഡാൻസിന്റെ കാര്യം മറക്കണ്ട. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ ലെവലിലും കൂടിയും പ്രേക്ഷകരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഡാൻസർ കൂടിയായിട്ട് ഗ്രേസ് അറിയപ്പെടട്ടെ. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ് ഡാർലിംഗ്. ടേക്ക് കെയർ.